എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കേരളത്തിലെ മുഖ്യധാര ചാനലുകളെയൊക്കെ ഇന്നത്തെ ചർച്ച കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാവും, അവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടികൂടുകയാണെന്ന്. അത് നേരത്തെ കോൺഗ്രസ് വിരുദ്ധ ചാനലുകാരൊക്കെ അത്തരം വാർത്തകളൊക്കെ മുമ്പ് കൊടുത്തിരുന്നു. ഇപ്പോ നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ പോസ്റ്റർ ഇടാണ്, ഇന്നയാള് മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ ഒരാളെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റൊക്കെ വളരെ മോശമല്ലേ. 4-ാം തീയതി പെട്ടി തുറക്കട്ടെ, എന്നിട്ട് MLA-മാര് കൂടി തീരുമാനിക്കട്ടെ. ഹൈക്കമാൻഡ് ഉണ്ടല്ലോ കോൺഗ്രസിന്. ഇതൊന്നും UDF-ന്റെ പ്രവർത്തകർക്കും അതുപോലെ UDF-നെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്ത വോട്ടർമാർക്കൊന്നും തീരെ ഇഷ്ടമല്ല. എത്രയോ ആളുകൾ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, UDF-കാരല്ലാത്ത കോൺഗ്രസുകാരല്ലാത്ത എത്രയോ ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ മുമ്പ് പ്രതീക്ഷിച്ചതാണ് UDF ഭരണത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് മുഖ്യമന്ത്രിക്ക് അടിയുണ്ടാവുന്നുള്ളത്. അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ ഈ ചാനലുകൾക്ക് വരുന്ന ചർച്ചകൾ കാണുമ്പോൾ നമുക്കും തോന്നാണ് അങ്ങനെയൊക്കെ ആണെന്ന്. ചിലപ്പോൾ UDF-ന് ഭരണം കിട്ടേണ്ട എന്നുള്ള കോൺഗ്രസുകാരനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേണ്ട എന്നുള്ളത്. ഇത് കാണുമ്പോൾ ഒരു മടുപ്പാണ്. 10 കൊല്ലത്തെ ഈ ദുർഭരണത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ശരിക്ക് അച്ചടക്കം പഠിപ്പിക്കേണ്ട നേതാക്കന്മാർ തന്നെ ഈ രൂപത്തിൽ പരസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പിന്തുണക്കുന്ന നേതാക്കന്മാരെ കുറിച്ച് ഇന്ന ആള് മുഖ്യമന്ത്രി ആവണമെന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യകാലം അതൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇത് നമ്മൾ പരസ്യമായിട്ട് ഞാനും ഈ പറയാൻ പറയും, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിങ്ങനെ പാർട്ടി ഗ്രൂപ്പുകളിലും നേതാക്കന്മാരുടെയും ചെവിയിൽ ഓതിയിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങളൊന്ന് അടങ്ങി ജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കി. ഇപ്പൊ ഒക്കെ ആ രൂപത്തിൽ ചില ചാനലുകളൊക്കെ ആ രൂപത്തിലുള്ള ചർച്ചകളാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഈ മുതിർന്ന നേതാക്കന്മാര് തുറന്ന് പറഞ്ഞാൽ മതി, അങ്ങനത്തെ ഒരു ചർച്ച കോൺഗ്രസ് ഇല്ലാതെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ശരിക്ക് ആ നല്ല ഗഡ്സോട് കൂടി പറയണം. അപ്പൊ ചാനലുകാര് ആ ചർച്ചകളൊക്കെ ഒഴിവാക്കും. ഏതെങ്കിലും ചാനലുകാർ മൈക്കേറ്റ് വരുമ്പോ കുട്ടി നേതാക്കന്മാരും അതിന് ഈ ഇന്നയാള് മുഖ്യമന്ത്രി ആവണം, അതൊക്കെ നിർത്തണം. അതൊന്നും ആർക്കും ഇഷ്ടമല്ല. അത് തൽക്കാലം എന്ത് ചെയ്യാച്ചാൽ എല്ലാവരും നിർത്തിവെച്ച് മെയ് 4-ന് വോട്ട് എണ്ണുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. മാത്രമല്ല നമുക്കറിയാലോ, ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ശതമാനം എത്രയാണ് എന്ന് വരെ വ്യക്തത ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നാണ്. അപ്പൊ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട. ഈ സമയത്ത് നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് പോകുമ്പോൾ ആ മറവില്, നമ്മുടെ ഈ ചർച്ചകളുടെ മറവില് വല്ല കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഖേദിക്കേണ്ടി വരും. ഞാൻ നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോ നമുക്കറിയാം CPM-ഉം BJP-യും നിന്നുള്ള അന്തർധാര കൊണ്ട് തന്നെ പലതും നടക്കാൻ സാധ്യതയുണ്ട്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം പല ഭാഗത്തും നമുക്ക് നടന്ന് കണ്ടതാണല്ലോ. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്തരം കള്ളത്തരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയിക്കാം കേരളത്തിൽ അങ്ങനെ വരുമെന്നല്ലേ. അതുകൊണ്ടാണ് പോളിംഗ് ശതമാനമൊക്കെ അവർ കൃത്യമായിട്ട് ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്, ഇതിനെ വ്യക്തത വരുത്തുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധ മാറ്റി തിരിക്കാനുള്ള ചർച്ചകളൊക്കെ ചാനൽക്കാരും ഉണ്ടാവും. അപ്പൊ അതിന്റെ പിറകെ പോവാതെ നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഈ സ്ട്രോങ് റൂമിലൊക്കെ കാവലിൽ നിന്ന് ആ പെട്ടി തുറന്ന് എണ്ണുന്നത് വരെ നമ്മൾ ജാഗ്രത പാലിക്കുക. അതിനുശേഷം നല്ല റിസൾട്ട് വന്നാൽ നമുക്ക് നല്ല മുഖ്യമന്ത്രിയെ കിട്ടും. എല്ലാവരും കൂട്ടായ തീരുമാനത്തിലൂടെ ഐക്യത്തോടു കൂടി പോവുക. വെറുതെ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കി പ്രവർത്തകർക്കും നിരാശ വരും. നമ്മൾ UDF-ന് വോട്ട് ചെയ്ത ജനങ്ങൾക്കും നിരാശ വരും. കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും നിരാശ വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവണതയുമായിട്ട് ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ പോകരുത്. അതിന് കുട പിടിച്ചുകൊണ്ട് ഈ ചോട്ട നേതാക്കന്മാർ, യുവ നേതാക്കന്മാരും അതിന് പുറകെ പോകരുത് എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്.